ഹലോ മക്കളെ, അപ്പൊ നമ്മള് വേവ്സിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ തരംഗങ്ങളെ കുറിച്ചിട്ടും തരംഗ ചലനത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഓക്കെ, അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ്സ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, മെക്കാനിക്കൽ വേവ്സ് എന്ന് പഠിക്കണം. നമ്മൾ നേരത്തെ പഠിച്ച തരംഗത്തെ കുറിച്ച് അല്ലെങ്കിൽ തരംഗ ചലനങ്ങൾ നമ്മൾ മെയിൻലി രണ്ട് ക്യാരക്ടർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇവിടെ പഠിക്കുന്നത്. സോ അതിലുള്ള ഫസ്റ്റ് ആളാണ് എന്ത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. പേര് പോലെ തന്നെ നമുക്ക് പറയാവുന്നതാണ് എന്ത്, വൈദ്യുത കാന്തിക തരംഗങ്ങൾ. വൈദ്യുത കാന്ത തരംഗങ്ങൾ, വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പറയാൻ പറ്റും. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇ എം വേവ്സ് എന്ന് പറയും. അപ്പൊ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു തരാം. സണ്ണാണ് ഏറ്റവും മെയിൻലി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് എന്താണ് വേവ്സുകളെ മിക്സ് ആണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയാം. സോ അതിന് എക്സാമ്പിൾസ് ആണ് ആരൊക്കെ, റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമ, ഇതുപോലെയുള്ള വേവ്സുകളാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക്. ഇത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാരാണെന്ന് പറഞ്ഞു, സൺ ആണെന്ന് പറഞ്ഞു. സോ സണ്ണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സണ്ണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും, വാക്യത്തിലൂടെയാണ് ഫസ്റ്റ് വരിക. സോ ദർ ഈസ് നോ മീഡിയം. വാക്യത്തിൽ എന്തില്ല, ഒരു മാധ്യമവും ഇല്ല. പിന്നെ അത് മാധ്യമമുള്ള ആളുകളായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലേക്കും വാട്ടറിലേക്കും കടന്നിട്ടാണ് നമ്മളെ എർത്തിലെത്തുന്നതും നമുക്ക് വിസിബിൾ ആവുന്നതും. ഓക്കെ, സോ സണ്ണിന്ന് വരുന്ന ഇത്തരം ലൈറ്റുകൾ എന്തില്ല, വാക്യൂമായിട്ട് അല്ലെങ്കിൽ മീഡിയം ഇല്ലാത്തതിലൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് എന്താ ആവശ്യമില്ല, ആക്ച്വലി ദർ ഈസ് നോട്ട് റിക്വയർഡ് മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. എന്താവശ്യമില്ല, പ്രേഷണത്തിന് എന്താവശ്യമില്ല, പ്രേഷണത്തിന് എന്താവശ്യമില്ല, ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. സോ മാധ്യമത്തിന്റെ ആവശ്യമില്ലാതെ പ്രേഷണം നടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നടക്കുന്ന വേവ്സിനാണ് നമ്മൾ എന്ത് പറയാ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയാം. അതേപോലെ രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളതാണ് മെക്കാനിക്കൽ വേവ്സ്. മെക്കാനിക്കൽ വേവ്സ് നമുക്ക് പറയാൻ പറ്റും യാന്ത്രിക തരംഗങ്ങൾ എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത്തരം യാന്ത്രിക തരംഗങ്ങൾക്ക് എന്താണ് പ്രത്യേകത നമുക്ക് നോക്കാം. സോ മെക്കാനിക്കൽ വേവ്സ് ആർ ദോസ് വിച്ച് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. എന്താ പറഞ്ഞ, നേരത്തെ മാധ്യമം ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ മെക്കാനിക്കൽ വേവ്സിന് എന്താ ആവശ്യമുണ്ട്, മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളാണ് നമ്മൾ എന്ത് പറയാ, മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയാം. സോ മെക്കാനിക്കൽ വേവ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ മെക്കാനിക്കൽ വേവ്സ് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ മെക്കാനിക്കൽ വേവ്സ് രണ്ട് തരത്തിൽ എന്ത് ചെയ്ത് എഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻസ്? ഒന്നാമത്തെ ആളാണ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്, രണ്ടാമത്തെ ആളാണ് എന്ത്, ട്രാൻസ്വേഴ്സ് വേവ്സ്. നോക്കാം. പ്രേഷണത്തിന് പ്രേഷണം ഒരു സഞ്ചാരം, മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. ഇവരെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ്, അനുദൈർഘ്യ തരംഗങ്ങൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് എന്ന് പറയും. രണ്ടാമത് അനുപ്രസ്ഥ തരംഗങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയും. അപ്പൊ നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ വേവ്സിനെ കുറിച്ച് പറഞ്ഞു. വേവ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ആളാരായിരുന്നു, ഇ എം വേവ്സ് ആയിരുന്നു. ആദ്യത്തെ ആള് ഇ എം വേവ്സ് ആയിരുന്നു. പിന്നെ ആരായിരുന്നു, മെക്കാനിക്കൽ വേവ്സ് ആയിരുന്നു. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണ്ടു. രണ്ടാമത്തെ ആള് മെക്കാനിക്കൽ വേവ്സ്. ഇനി ഈ മെക്കാനിക്കൽ വേവ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ആൾ ആരാണ്, ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ആണ്. സോ രണ്ടാമത്തെ ആൾ ആരാണ്, ട്രാൻസ്വേഴ്സ് വേവ്സുകളാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും. ഓക്കെ, റെഡി അല്ലേ? സോ ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്, ഈ അനുപ്രസ്ഥ തരംഗങ്ങളും അനുസ്ഥായ തരംഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനുള്ളത്. സോ അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ആളാരാണ്, ലോഞ്ചിറ്റ്യൂണൽ വേവ്സിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം പഠിക്കുന്നത്. എന്താണ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് എന്നുള്ളത്? ഓക്കെ, സോ ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് നമ്മൾ പറയുന്ന പേരാണെന്ത്,
ദൈർഘ്യ തരംഗങ്ങൾ. വളരെ ദൈർഘ്യത്തിലായിട്ട് പോകുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന് എന്താണ് ഡെഫിനിഷൻ ഉള്ളത് നോക്കുന്നത്. ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ആർ ദോസ് വിച്ച് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തെ കാര്യം, പാർട്ടിക്കിൾസ് എന്തിലെ മീഡിയത്തിൽ വൈബ്രേറ്റ് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, അതായത് ഈ സഞ്ചരിക്കുന്ന നമ്മളെ വേവ് സഞ്ചരിക്കുന്ന മീഡിയത്തിലെ അല്ലെങ്കിൽ നമ്മളെ മാധ്യമത്തിലെ കണികകള്, മാധ്യമത്തിൽ കുറെ കണികൾ ഉണ്ടല്ലേ. ഇവിടുത്തെ എയറാണ് നമ്മളെ മാധ്യമമെങ്കിലോ ഇവിടുത്തെ ഈ എയറിൽ എന്തുണ്ട്, കുറെ കണികകളുണ്ട് ഇല്ലേ. സോ ഈ കണികകള് തരംഗത്തിന്റെ പ്രസരണ ദിശക്ക് സമാന്തരമായിട്ട് എന്ത് ചെയ്യുന്നു, സഞ്ചരിക്കുന്നു. സോ ഞാൻ പറയാണ്, എന്റെ തരംഗം ഇങ്ങനെയാണ് എന്റെ തരംഗം പോകുന്നതെങ്കിൽ ഇവിടുത്തെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന കുറെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷന് സമാന്തരമായിട്ടായിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. നമ്മളെ വേവ് സഞ്ചരിക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ നമ്മുടെ പാർട്ടിക്കിൾസിന്റെ മോഷൻസ് എന്തായിരിക്കും, അതിന് സമാന്തരമായിരിക്കും. ഇവിടെ ഒരു സ്ലിങ്കിയുടെ എക്സാമ്പിൾ ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ആ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നു, സ്ലിങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസിൽ അല്ലെങ്കിൽ ആ വേവ്സിൽ ഉണ്ടാവുന്ന എനർജി മോഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾസിന്റെ മോഷൻ നടക്കുന്നത് എങ്ങോട്ടാണ്, ഈ ഒരു പ്രൊപ്പഗേഷന്റെ സെയിം ഡയറക്ഷനിലാണ്. ഓക്കെ, ആ ഒരു ടൈപ്പ് ഓഫ് വേവ്സ് നമ്മൾ പറയുന്നതാണ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്. ഓക്കെ, അപ്പൊ ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റത്തെ എക്സാമ്പിൾ, വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുമ്പോൾ വായുവിലെ കണികൾ ശബ്ദ തരംഗത്തിന്റെ അതേ ദിശയിലാണ് എന്ത് ചെയ്യുന്നത്, ചലിക്കുന്നത് അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ സൗണ്ട് വേവ്സ് എന്ത് ചെയ്യും, വായുവിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വായുവിലുള്ള മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത് ആ സെയിം ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു. സോ അത് നമുക്ക് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്യൂണിംഗ് ഫോർക്ക് പോലത്തെ ഉപകരണം നമുക്ക് എടുക്കാവുന്ന. അപ്പൊ ഈ ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് പുഷ് ചെയ്തിട്ടോ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്ത് നമ്മൾ അതിന് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ട്യൂണിംഗ് ഫോർക്ക് എന്ത് ചെയ്യും, ഈ സൗണ്ട് വേവ് വൈബ്രേറ്റ് ചെയ്തിട്ട് അതിന്റെ സറൗണ്ടിങ്ങിലുള്ള എയറിന് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്തിട്ട് ഈ സൗണ്ട് വേവ്സ് ഇങ്ങനെ സഞ്ചരിക്കും. സോ ഈ സൗണ്ട് വേവ്സ് സഞ്ചരിക്കുന്ന സമയത്ത് അല്ലെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ സൗണ്ട് വേവ്സ് സഞ്ചരിക്കുക എന്ന് ചോദിച്ചാൽ, ഈ സൗണ്ട് വേവ്സ് ചില റീജൻസ് ക്രിയേറ്റ് ചെയ്യും. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ റീജിയനിൽ ഈ പാർട്ടിക്കിൾസ് വളരെ അടുത്താണ് കാണപ്പെടുന്നത്. ഓക്കെ, പക്ഷെ മറ്റു ചില റീജിയൻസ് നോക്കുന്ന സമയത്ത്, ഇതുപോലുള്ള റീജിയൻസ് നോക്കുന്ന സമയത്ത് അവിടെ എന്തില്ല, പാർട്ടിക്കിൾസ് വളരെ അകന്നാണ് കാണുന്നത്. സോ അകന്ന് കാണുന്ന സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ അടുത്തടുത്ത് കാണുന്ന സ്ഥലങ്ങളുണ്ട്. സോ ഈ രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ടിക്കിൾസ് കാണാൻ പറ്റും. ഇങ്ങനെ അടുത്തടുത്ത് കാണുന്ന ആളുകളുണ്ട്. പ്രൊപ്പഗേഷൻ ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ അടുത്തടുത്ത് കാണുന്ന ആളുകളെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഉച്ചമർദ്ദ മേഖലകൾ അല്ലെങ്കിൽ നമ്മൾ പറയും കംപ്രഷൻസ് എന്ന് പറയും. ഓക്കെ, സോ ഈ ഒരു കംപ്രഷൻ നടക്കുന്ന സ്ഥലത്തായിരിക്കും എന്ത് ചെയ്യുക, ഇതുപോലെ പാർട്ടിക്കിൾസ് വന്നിട്ട് അടുത്താവാം. കംപ്രഷൻ നടക്കുന്ന മേഖലയിൽ എന്ത് ചെയ്യും, പാർട്ടിക്കിൾസ് വന്നിട്ട് അടുത്ത് വരും. ഓക്കെ, പിന്നെ ആ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, എഗെയിൻ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ പാർട്ടിക്കിൾസ് അവിടെ അകന്നകന്നു പോകും. സോ അങ്ങനത്തെ ഭാഗങ്ങൾ നമ്മൾ പറയുന്ന പേരാണെന്ത്, നീച മർദ്ദ മേഖലകൾ. ഓക്കെ, സോ അല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, റെയർഫാക്ഷൻ എന്ന് പറയും. സോ നമുക്ക് രണ്ട് മേഖലകളാണുള്ളത്, ഒന്ന് കംപ്രഷനും അതുപോലെ തന്നെ റെയർഫാക്ഷനും, ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും. സോ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ കാണാൻ പറ്റും. പിന്നെ ഒരു എക്സാമ്പിൾ എന്താണ്, സ്പ്രിങ് അമർത്തി വിടുമ്പോൾ ഉണ്ടാകുന്ന ചലനം. ഒരു സ്പ്രിങ് നമ്മൾ അമർത്താണെങ്കിൽ ആ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് അതിന്റെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ആ സെയിം ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, സ്പ്രിങ്ങിന്റെ മോഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, റെഡി. സോ ഈ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ. കംപ്രഷൻ റെയർഫാക്ഷൻ എന്താണ് നമ്മൾ കണ്ടു. സോ അതിന്റെ ഡിഫറൻസ് എന്താണെന്നാ ചോദിച്ചത്. നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാവുന്നതാണ്. സൗണ്ട് സോഴ്സ് ക്രിയേറ്റ് കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ പ്രഷർ വേരിയേഷൻ ഇൻ ദ മീഡിയം. എന്താ,
ഉറവിടത്തിൽ നിന്നുള്ള ശബ്ദം മാധ്യമത്തിൽ തുടർച്ചയായതും ക്രമവുമായിട്ടുള്ള മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു. സോ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ സൗണ്ട് തുടർച്ചയായിട്ടുള്ളതും കണ്ടിന്യൂസ് ആയിട്ടുള്ളതും ആയിട്ടുള്ള എന്ത് ചെയ്യുന്നത്, മർദ്ദ വ്യതിയാനങ്ങൾ. അതായത് പ്രഷർ കുറഞ്ഞ സ്ഥലങ്ങളും പ്രഷർ കൂടിയ സ്ഥലം. പ്രഷർ കൂടിയ സ്ഥലങ്ങളിലായിരിക്കും എന്ത്, ഉച്ചത്തിലുള്ള, ഇവിടെ പ്രഷർ കൂടിയ സ്ഥലങ്ങളിലാണ് എന്ത് ഉണ്ടാവുന്നത്, ഉച്ചമർദ്ദ മേഖലകൾ ഉണ്ടാവുന്നത്. അതുപോലെ അകന്നകന്ന് നിൽക്കുന്ന സമയത്ത് വലിയ പ്രഷർ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പ്രഷർ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, നീചമർദ്ദ മേഖലകൾ ഉണ്ടാകുന്നത്. സോ ഇങ്ങനെ പ്രഷർ മർദ്ദ വ്യതിയാനങ്ങൾ, അതായത് പ്രഷർ ഡിഫറൻസ് ഉണ്ടാവുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ശബ്ദം ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. സോ ശബ്ദം അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്ന റീജിയൻസിൽ ഹൈ പ്രഷർ ഉണ്ടാകുന്ന a region high pressure is created where distance between air molecule are decreased. Okay, പ്രഷർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, എയർ മോളിക്യൂൾസിന്റെ തമ്മിലുള്ള, വായു തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറയും. ആ റീജിയൻസിനാണ് നമ്മൾ എന്ത് പറയാ, കംപ്രഷൻ എന്ന് പറയാ, അല്ലെങ്കിൽ നമ്മൾ ഉച്ചമർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ റീജിയൻ ഓഫ് ലോ പ്രഷർ ഈസ് കോൾഡ് റെയർഫാക്ഷൻ. ലോ പ്രഷർ ആയിട്ടുള്ള റീജിയൻ, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, വായു തന്മാത്രകൾ അകന്നു നിൽക്കും. ആ റീജിയൻ നമ്മൾ പറയുന്ന പേരാണ് റെയർഫാക്ഷൻ, അല്ലെങ്കിൽ ന്യൂനമർദ്ദ മേഖല, അല്ലെങ്കിൽ നീചമർദ്ദ മേഖല എന്ന് പറയും. ഓക്കെ, പിന്നെ സൗണ്ട് ട്രാവൽസ് ത്രൂ മീഡിയം ഓൾട്ടർനേറ്റിംഗ് കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ. എങ്ങനെയാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്, ആ മീഡിയത്തിലൂടെ എന്ത് വരും, കംപ്രഷൻ വരും, റെയർഫാക്ഷൻ വരും, കംപ്രഷൻ വരും, റെയർഫാക്ഷൻ വരും. ഉച്ചമർദ്ദ മേഖലകൾ ഉണ്ടാവുന്നുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ പിന്നെ നീചമർദ്ദ മേഖല, ഉച്ചമർദ്ദ മേഖല, നീചമർദ്ദ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എന്ത്, ലോഞ്ചിറ്റ്യൂണൽ വേവ്സിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പോകുന്ന വേവ്സ് എന്താണ്, ട്രാൻസ്വേഴ്സ് വേവ്സിനെ കുറിച്ച് പഠിക്കാനാണ്. സോ ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ച് നമ്മൾ പഠിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്വേഴ്സ് വേവിനെ നമുക്ക് പറയാൻ പറ്റും അനുപ്രസ്ഥ തരംഗങ്ങൾ. സോ നേരത്തെ സംഭവിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവാം. എന്താ പറഞ്ഞത് നോക്കാം. വെൻ പാർട്ടിക്കിൾസ് ഓഫ് എ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. നേരത്തെ ഉണ്ടായിരുന്നത് പാരലൽ ആയിരുന്നു, പക്ഷെ ഇവിടെ ഉണ്ടാവുന്നത് എന്താണ്, ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, പെർപെൻഡിക്കുലർ ആയിട്ടായിരുന്നു എന്തുണ്ടാവുക, അവിടുത്തെ പാർട്ടിക്കിൾസ്, അതിലെ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രസരണ ദിശക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. സോ ഇവിടെ എന്തായിരുന്നു, പെർപെൻഡിക്കുലർ ആയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പറയും ലംബം എന്ന് പറയും, ഈ ഒരു ഡയറക്ഷനിൽ. സോ ഈ ഒരു വേവിനെ നോക്കിയാൽ മക്കൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു വേവ് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഒരു വേവിലെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് മുകളിലോട്ടും താഴോട്ടുമാണ്. സോ ഇവിടുത്തെ മോഷൻ നടക്കുന്നതോ ഈ ഒരു ഡയറക്ഷൻ നേരെയാണ് പോകുന്നത്. സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ്സ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് എന്ത്, ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവില് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയാവുന്നതാണ്. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇത് കാണാം, ശാന്തമായ വെള്ളത്തിലേക്ക് കല്ലിടുമ്പോൾ ഉണ്ടാകുന്ന വെള്ളത്തിലെ ഓളങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യുക, ഒരു സ്റ്റോൺ എന്ത് ചെയ്യുക, നമ്മളെ ശാന്തമായിട്ടുള്ള ലേക്കിലേക്ക്, ഒരു സൈലന്റ് ലേക്കിലേക്ക് നമ്മൾ ഇടുന്ന സമയത്ത് ആ ലേക്കിൽ എന്ത് ചെയ്യും, കുറെ ഇതുണ്ടാവും. സോ അതിനാണ് നമ്മൾ ആ ഒരു വേവ്സ് എന്താണ്, ഇതുപോലത്തെ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് ആ പ്രതലത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഓളങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, മുകളിലോട്ടും താഴോട്ടാണ്, കൃത്യമായിട്ട് അത് ലംബമായിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാവുന്നത്, കയറിന്റെ ഒരറ്റം ഭിത്തിയിൽ കെട്ടിയിട്ട് മറ്റേ അറ്റം കൈകൊണ്ട് മുകളിലേക്കും താഴോട്ടും ചലിപ്പിക്കാം. ഓക്കെ, അതുപോലുള്ള ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു എക്സാമ്പിളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാവുന്നതാണ്, ഈ ഒരു വേവിന്റെ പ്രൊപ്പഗേഷൻ ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിക്കിൾസ് മുകളിലോട്ടും താഴോട്ടും പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ മുകളിലോട്ടും താഴോട്ടും പോകുന്ന സമയത്ത് നമുക്ക് മുകളിൽ എന്തുണ്ടാകും, ഒരു ക്രസ്റ്റ് ഫോം ചെയ്യും. സോ മുകളിൽ എന്തുണ്ടാകും, മുകളിൽ ഉണ്ടാവുന്ന ഭാഗത്ത് നമ്മൾ എന്ത് പറയാ, ക്രസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണെന്ത്, ശൃംഗങ്ങൾ എന്ന് പറയും. ഓക്കെ, അതുപോലെ നമുക്ക് മുകളിലേക്ക് ഉണ്ടാകുന്ന പോലെ താഴോട്ട് ചില ഗർത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സോ അത് നമ്മൾ പറയുന്ന പേരാണെന്ത്,
ട്രഫ് എന്ന് പറയും. ഓക്കെ, ട്രഫ്സ്. ക്രസ്റ്റലും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ട്രഫിളും ഉണ്ട്. ക്രസ്റ്റൽ നമ്മൾ പറയുന്നത് എന്തായിരുന്നു, ഗർത്തങ്ങൾ എന്നായിരുന്നു പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് എന്തുണ്ടാകും, ക്രസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ട്രഫുകളുണ്ട്, അല്ലെങ്കിൽ ശൃംഗങ്ങളുണ്ട്, അതുപോലെ ഗർത്തങ്ങളുണ്ട്. ഓക്കെ, റെഡി അല്ലേ? അങ്ങനെ റെഡി ആണെങ്കിൽ മക്കളെ നമുക്ക് ലോഞ്ചിറ്റ്യൂണൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും കൃത്യമായിട്ട് പഠിച്ചു. അങ്ങനെ നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുക നമ്മൾ ചെയ്യുന്നത്. എന്തൊക്കെ ലോഞ്ചിറ്റ്യൂണൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാൻ പോവാണ്. അപ്പൊ ലോഞ്ചിറ്റ്യൂണൽ വേവ്സിനെ സംബന്ധിച്ച് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. എന്തായിരുന്നു, പ്രേക്ഷണ ദിശയും അതുപോലെ തന്നെ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന ദിശയും അതുപോലെ തന്നെ കണികകൾ, അതായത് നമ്മളെ മീഡിയത്തിൽ അല്ലെങ്കിൽ മാധ്യമത്തിലെ കണികകളും സെയിം ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, സമാന്തരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പനം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിലോ ട്രാൻസ്വേഴ്സ് വേവിലാണ് എന്താ സംഭവിക്കുന്നത്, ട്രാൻസ്വേഴ്സ് വേവിൽ മീഡിയവും അതുപോലെ തന്നെ പാർട്ടിക്കിൾസും പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത്. അതായത് ലംബമായിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, വൈബ്രേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ, ലംബമാണ്, ഇവിടെ എന്താണ്, സമാന്തരമാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ പ്രഷർ വേരിയേഷൻ ഒക്കൂർ ഇൻ ദ മീഡിയം. ഓക്കെ, എന്ത് പ്രഷർ വേരിയേഷൻസ് ഉള്ളത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, അവിടെ ഉച്ചമർദ്ദ മേഖലകളും ന്യൂനമർദ്ദ മേഖലകളും ഉണ്ടായിരുന്നത്. അതുപോലെ നമ്മളെ ട്രാൻസ്വേഴ്സ് വേവ്സ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവിടെ പ്രഷറിന്റെ വേരിയേഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല, മർദ്ദവ്യതിയാനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. സോ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്ത് ക്രസ്റ്റും ട്രഫുകളും ഉണ്ടായിട്ടാണ് എന്ത് ചെയ്തത്, ട്രാൻസ്മിഷൻ നടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് മൂന്നാമതൊരു എക്സാമ്പിളൂടെ പറയാവുന്നത് എന്താണ്, ഇവിടെ കംപ്രഷൻസും അതുപോലെ റെയർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാവുന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ട്രാൻസ്വേഴ്സ് വേയിൽ അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗങ്ങളിൽ നോക്കുകയാണ്, അവിടെ ക്രസ്റ്റും ട്രഫുകളും ആണ് ഉണ്ടാവുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കാവുന്നതാണ്. ട്രാൻസ്വേഴ്സ് വേവ് എന്താണ്, ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് എന്താണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് കൂടാണ്, കാരണം ഇതിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുന്നുണ്ട്. എന്താണ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് എന്നുള്ളതും അതുപോലെ ട്രാൻസ്വേഴ്സ് വേവ്സും ഈ ഒരൊറ്റ ബോക്സ് പഠിച്ചാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. സോ റെഡി അല്ലേ, കാര്യങ്ങൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു പാട്ടായിട്ട് കാണാം.